welcome back to our class. So, നമ്മുടെ എക്സാം ഒക്കെ ദാ ഇങ്ങ് എത്തിയില്ലേ. സോ എക്സാം ഒക്കെ ഇങ്ങ് എത്തിയ സ്ഥിതിക്ക് നമുക്ക് എന്താണ്, വി ഡോണ്ട് ഹാവ് ഈവൻ എ സിംഗിൾ സെക്കൻഡ്, ഈ സിംഗിൾ മിനിറ്റ് ടു വേസ്റ്റ്. നമുക്ക് ഇനി ഒരു മിനിറ്റ് പോലും എന്തില്ലേ വേസ്റ്റ് ആക്കാൻ സമയമില്ല. സോ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ എക്സാം റിലേറ്റഡ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നോക്ക്, ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് ആരാണ്, നിങ്ങളുടെ മൈക്കിൾ ജോർദാൻ ആണല്ലേ. ഓക്കെ, അപ്പോൾ ദ സോ ഫ്രം ഹിസ് ഷൂസ് എന്നുള്ള പാഠത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ അല്ലേ? നമുക്കറിയാം നമ്മുടെ മൈക്കിൾ ജോർദാൻ എന്ത് ചെയ്തു, ഭയങ്കരമായി കഠിനമായിട്ട് എന്ത് ചെയ്തു, 4 മാസം പട്ടിപ്പണിയെടുത്ത് ഹാർഡ് വർക്ക് ചെയ്തു, കളിച്ചു, പ്രാക്ടീസ് ചെയ്തു, നീളം നോക്കി, എന്താ പറയുക, ചിക്കനും മട്ടനൊക്കെ ഒഴിവാക്കി എന്ത് ചെയ്തു, ചിക്കൻ മട്ടൻ ഒഴിവാക്കി ഞാൻ വെറുതെ തള്ളി മറിച്ചതാണ്. എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, അവൻ ഹാർഡ് വർക്ക് ചെയ്തല്ലോ, ഒത്തിരി സമയം പ്രാക്ടീസ് ചെയ്തു, ഒത്തിരി സമയം എന്താ അവൻ്റെ ഹെൽത്ത് നോക്കി, കറക്റ്റ് ഫുഡ് ഫോളോ ചെയ്തു, കറക്റ്റ് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്ത് എന്ത് ചെയ്തു, ചെരുപ്പിൽ അവൻ്റെ ഷൂസിൽ എന്തൊട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ച് സംഭവം എന്താണ്, ഒരു 6-8 മാസം കഠിനമായിട്ടുള്ള പ്രാക്ടീസിന് ശേഷം മൈക്കിൾ ജോർദാൻ എന്ത് ചെയ്യാണ്, അവൻ്റെ ഗെയിം ജയിക്കുക അല്ലേ. അങ്ങനെ അന്ന് തിരിച്ചു വരുന്നത് ഒത്തിരി 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 സന്തോഷത്തോടു കൂടിയാണ് ആര് തിരിച്ചു വരുന്നത്, നമ്മുടെ മൈക്കിൾ ജോർദാൻ വരുന്നത്. 2 ഡെയിറി മിൽക്ക് സിൽക്ക് കിട്ടിയ സന്തോഷത്തോടു കൂടി ആളെന്ത് ചെയ്യണം, ആളെ വീട്ടിലേക്ക് തിരിച്ചു വരാണ്. അങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ മൈക്കിൾ ജോർദാന് തോന്നി എന്ത് ചെയ്യാം, എൻ്റെ ഈ ഒരു സന്തോഷ ദിനം അല്ലെങ്കിൽ മൈ ഹാപ്പി ഡേ ഐ വോണ്ട് ടു എന്ന സ്ക്രിബിൾ ഇൻ മൈ ഡയറി, എനിക്ക് എൻ്റെ ഡയറിയിൽ എന്ത് ചെയ്യുന്നത് സ്ക്രിബിൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ആര്, നമ്മുടെ ജോർദാൻ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്, പുള്ളി ഡയറി അന്ന് എഴുതാൻ പോവാണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മൈക്കിൾ ഫെൽറ്റ് ഹാപ്പി ആഫ്റ്റർ വിന്നിങ് ദ ഗെയിം ദാറ്റ് നൈറ്റ്. ഹി സ്ക്രിബിൾസ് ഹിസ് തോട്ട്സ് ഇൻ ഹിസ് ഡയറി. അന്ന് രാത്രി മൈക്കിളിന് ഭയങ്കര സന്തോഷം. അന്ന് രാത്രി ആയപ്പോൾ എന്ത് ചെയ്തു, മൈക്കിൾ അവൻ്റെ എല്ലാവിധ ചിന്തകളും അവൻ്റെ മനസ്സിൽ തോന്നിയ എല്ലാവിധ സന്തോഷങ്ങളും എന്ത് ചെയ്തു, ഡയറി വിചാരിച്ചു. ഡയറിയിലാണ് അവൻ എഴുതുന്നത്. എന്താ അവന്റെ തോട്ട്സ് നമ്മളിവിടെ എഴുതാൻ നോക്കാം. ടുഡേ വാസ് എൻ അൺഫർഗെറ്റബിൾ ഡേ ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ വളരെ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ഏത്, ഇന്നത്തെ ദിവസം എന്ന് എനിക്ക് എഴുതിക്കൂടെ, എഴുതാം. ടുഡേ വോൺ ദ ഗെയിം, ടുഡേ ഐ വോൺ ദ ഗെയിം എഴുതല്ലേ നമുക്കിവിടെ. I won the game. In fact, പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്, we won the game. ഞാൻ ജയിച്ചു ഇന്നത്തെ കളിയിൽ, ഞാൻ ഇന്ന് ജയിച്ചു കേട്ടോ. പക്ഷെ യഥാർത്ഥത്തിൽ എന്തല്ല, ഞങ്ങൾ ജയിച്ചു. അതാണ് എന്ത് യഥാർത്ഥത്തിൽ പറയേണ്ടത് അല്ലേ. I played many times before. ഞാൻ മുൻപും കുറേ പ്രാവശ്യം കളിച്ചിട്ടുണ്ട് അല്ലേ. ഒത്തിരി തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഗെയിം കളിച്ചിട്ടുണ്ട്. ഒത്തിരി തവണ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനു മുൻപും ഞാൻ കളിച്ചിട്ടുണ്ട്. ബട്ട് ഐ കുഡ് നോട്ട് പെർഫോം വെൽ. പക്ഷെ എന്തിനൊക്കെ സാധിച്ചിട്ടില്ല, എൻ്റെ ടീമിനൊരു സപ്പോർട്ട് ആവാൻ, എൻ്റെ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി എനിക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ബട്ട് ആഫ്റ്റർ ഇനഫ് പ്രാക്ടീസ്, എന്താണ്, ഒത്തിരി പ്രാക്ടീസിന് ശേഷം, ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്കിലെ ഒത്തിരി പ്രാക്ടീസിന് ശേഷവും ഒത്തിരി എന്താ ഹാർഡ് വർക്കിന് ശേഷം ഒത്തിരി ഡെഡിക്കേഷനൊക്കെ ശേഷം ഐ കുഡ് മേക്ക് മൈ ഡേ. ഇന്നാണ് എനിക്ക് എൻ്റെ ദിവസം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ആൻഡ് ടുഡേ ഇറ്റ് വാസ് മൈ ഡേ. ഇന്ന് എന്തായിരുന്നു, ഇന്ന് എൻ്റെ ദിവസമായിരുന്നു. ഇന്നത്തെ ദിവസത്തിൽ ഞാനായിരുന്നു താരം. ഐ വാസ് ദ സ്റ്റാർ അല്ലേ. നോക്ക്, എവറിബഡി ഷോക്ക്ഡ് ബൈ സീയിങ് മൈ പെർഫോമൻസ്. എൻ്റെ പെർഫോമൻസ് കണ്ട്, എൻ്റെ കളി കണ്ട്, എൻ്റെ അപാരമായിട്ടുള്ള കളി കണ്ട് എല്ലാവരും എന്ത് ചെയ്തു, ഞെട്ടി മാമ, കുട്ടി മാമ, എല്ലാവരും ഞെട്ടി കോരി തരിച്ചു അല്ലേ. നോക്ക്, മോർ ദാൻ 6 months ഐ ആം പ്രാക്ടീസിങ്. 6 മാസത്തിന് മേലെ ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നല്ലേ. മൈ ഫാമിലി ഹെൽപ്പ് മീ ലോട്ട് ടു അച്ചീവ് മൈ ഡ്രീം. എൻ്റെ ഫാമിലി എന്ത് ചെയ്തിട്ടുണ്ട്, ഒത്തിരി 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 എന്നെ സഹായിച്ചിട്ടുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ആദ്യമായിട്ട് അവനെ മോട്ടിവേറ്റ് ചെയ്തത് അവൻ്റെ അമ്മയാണ്. അമ്മക്ക് അവൻ്റെ എന്താണ് പറയുക, വിഷമം കണ്ട് മനസ്സിലായപ്പോൾ അവൻ കുറേ കൂടി സാഡ് ആവുന്നത് തോന്നിയപ്പോൾ അമ്മ എന്ത് ചെയ്തു, അച്ഛനെ വിട്ട് എന്ത് ചെയ്തു, സംസാരിപ്പിച്ചു. അച്ഛൻ അവനോട് പറഞ്ഞു, മൈക്കിൾ നീ എന്താ ചെയ്യേണ്ടത്, നീ നല്ല പ്ലെയർ ആണ് ഓൾറെഡി, നീ കുറേ കൂടി എന്താ ചെയ്യേണ്ടത്, നീ കളിക്കുക, നീ എന്ത് ചെയ്ത് എന്താണ്, നീ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യും, നീ പ്രാക്ടീസ് ചെയ്യും, നീ പ്രാക്ടീസ് അല്ലേ. ഇത് മാത്രം അച്ഛൻ പറഞ്ഞു. സോ പ്രാക്ടീസ് വാസ് ദ തിങ്. അപ്പോൾ അവൻ കൂടുതൽ ഡെഡിക്കേഷനോട് കൂടി അവൻ എന്ത് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു, ആൻഡ് അച്ചീവ്ഡ് ഹിസ് ഡ്രീം. അവൻ്റെ ഗെയിം ജയിച്ചു അല്ലേ. സോ ഇതാണ് എന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്കോഴ്സസ് ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് എന്തുണ്ട്, ആ പാഠത്തിൽ നിന്ന് ചെയ്യാനുണ്ട്. നമുക്കൊരു കൺവെർസേഷൻ ചെയ്യാൻ പറ്റും, നമുക്ക് തോട്ട്സ് റൈറ്റിംഗ് അതിൽ നിന്ന് പഠിക്കാനുണ്ട്. ലെറ്റർ റൈറ്റിംഗ് ഐ തിങ്ക് വി ഓൾറെഡി ഡിഡ്, നമ്മളത് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇനിയും എന്തുണ്ട്, നമ്മൾ എക്സാമിലേക്കുള്ള ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതേപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. സോ ഐ വിൽ ബി ബാക്ക് വിത്ത് ഓൾ ദോസ് ക്വസ്റ്റ്യൻസ്. സോ വെയിറ്റ് ഫോർ മീ, ബി വിത്ത് സാലം ആൻഡ് വെയിറ്റ് ഫോർ മീ. ഓക്കെ, താങ്ക് യു.